ഇങ്ങനെയുമുണ്ടോ ഒരു വോളിബോൾ ആവേശം? കേൾക്കുന്നവർക്കും കൗതുകമാണ് 65കാരനായ ഈ പാലാക്കാരൻ. ഇന്ത്യയിൽ എവിടെയൊക്കെ വോളിബോൾ മത്സരം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം പാലാ സ്വദേശിയായ ജോസഫും ഉണ്ടാകും. വോളിബോൾ എന്നത് ഈ പാലാക്കാരന് ജീവശ്വാസമാണ്. വോളിബോൾ മത്സരങ്ങൾക്കായി തന്റെ ജീവിതം ഉഴിഞ്ഞുവെച്ച പാലാക്കാരൻ അച്ചായനെ പരിചയപ്പെടാം. കേരളത്തിനകത്തും പുറത്തും വോളിബോൾ മത്സരങ്ങൾക്ക് മൈതാനങ്ങൾ ഒരുങ്ങിയാൽ കാണികളിൽ ഒരാൾ പാലാക്കാരനായ ജോസഫും ഉണ്ടാകും. പ്രായാധിക്യമൊന്നും വോളിബോളിനോടുള്ള ആവേശത്തെ ബാധിച്ചിട്ടില്ല. ട്രെയിനിലും ബസ്സിലുമായി മത്സരങ്ങൾ കാണുവാനുള്ള യാത്രയ്ക്ക് തെല്ലും മടുപ്പുമില്ല. MM ജോസഫ് മെമ്മോറിയൽ വോളിബോൾ പാലായിൽ അഖിലേന്ത്യാ വോളിബോൾ, അതുകൊണ്ടാണ് എനിക്ക് കളിയിലോട്ട് ഇൻട്രസ്റ്റ് തുടങ്ങിയത്. ജിമ്മി ജോർജിന്റെ കളി, ജിമ്മി ജോർജില് ബൽമന്ദർ സിംഗ്, പിന്നെ അബ്ദുൾ റസാഖ്, ശ്രീധർ, അവരുടെ കളി കണ്ടാണ് എനിക്ക് കളിയിലോട്ട് ആവേശം തോന്നിയത്. അന്നുപോലെ ഞാൻ കളി കാണാൻ പോകുമായിരുന്നു എല്ലായിടത്തും. അത് കഴിഞ്ഞ് 10-25 വർഷമായിട്ടാണ് ഞാൻ വെളിയിലോട്ടൊക്കെ പോകാൻ തുടങ്ങിയത്. കേരളത്തിന് വെളിയിലോട്ടൊക്കെ പോകാൻ തുടങ്ങിയത്. പാല ചെറുപ്പുങ്കൽ പടിഞ്ഞാറേ വാരിക്കാട്ട് വീട്ടിൽ ജോസഫ് എന്ന ഈ 65കാരൻ കഴിഞ്ഞ 35 വർഷമായി വോളിബോൾ മത്സരവേദികളിലെ സ്ഥിര സാന്നിധ്യമാണ്. മണ്ണാർക്കാട്ടുള്ള ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരനാണ് ജോസഫ്. മത്സര വിവരമറിഞ്ഞാൽ അവധിയെടുത്താണ് മത്സരം കാണാനെത്തുന്നത്. കേരളത്തിലെ വോളിബോൾ മൈതാനങ്ങളിൽ ജോസഫ് ചേട്ടൻ എന്ന പേര് സുപരിചിതമാണ്. ചെറുപ്പത്തിൽ വോളിബോൾ കളിക്കുമായിരുന്നു. സമീപകാലത്തുള്ള മികച്ച ടീമിനെ പറ്റിയും മികച്ച കളിക്കാരെ പറ്റിയും നല്ല നിശ്ചയമാണ് ജോസഫിനുള്ളത്. പുകവലിയോ മദ്യപാനമോ ഇല്ലാത്ത ജോസഫ് വോളിബോൾ മത്സരങ്ങൾ കാണാനായി തന്റെ ജീവിതം ഒഴിഞ്ഞുവച്ചിരിക്കുകയാണ്. ജിമ്മി ജോർജിന്റെ കടുത്ത ആരാധകനായ ജോസഫ് ചേട്ടൻ 2 തവണ ജിമ്മി ജോർജിനെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇടുക്കിയിൽ നടക്കുന്ന മത്സരങ്ങൾ കാണുവാനും ബസ് പിടിച്ച് മലകയറി ജോസഫ് എത്തും. ഇടിവെട്ട് സ്മാഷുകൾക്കും ബ്ലോക്കുകൾക്കും ആവേശവും ആർപ്പുവിളികളും ഒന്നും ഉണ്ടാകാറില്ല. നിശബ്ദനായി സുസൂക്ഷ്മം മത്സരങ്ങൾ നിരീക്ഷിച്ച് ആസ്വദിക്കുകയാണ് ഈ പാലാക്കാരൻ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.